40 വയസ്സിന് ശേഷം ഹറാമായേക്കാവുന്ന, 40 വയസ്സിന് ശേഷം കറാഹത്തായേക്കാകുന്ന, 40 വയസ്സിന് ശേഷം ഖിലാഫുൽ ഔല ആയേക്കാവുന്ന ഒരു കാര്യവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ന് മുമ്പ് ചെയ്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. മുഹമ്മദ് നബിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറുണ്ടോ? നമ്മളെല്ലാ കാര്യവും ക്ലിയറാവും. നമ്മളെ മക്കളും ക്ലിയറാവും, നമ്മളെ കുടുംബവും ക്ലിയറാവും, നമ്മുടെ ബിസിനസ്സും ക്ലിയറാവും, നമ്മളെ വീടും ബർക്കത്തുണ്ടാവും, എല്ലാം ഉണ്ടാവും. വിജയത്തിൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇപ്പോൾ ഇപ്രാവശ്യം സൗദിയിൽ ചെന്ന സമയത്ത് ഒരു ദിവസം ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം നമ്മളെ പ്രവർത്തകരെ കൂട്ടിയിട്ട് ഒന്നിങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ഒരു ഈത്തപ്പനത്തോട്ടം കാണാൻ പോയി. മദീനയിൽ സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഒരു ഈത്തപ്പനത്തോട്ടമുണ്ട്. 2 അടിമകളാണ് ലോകത്ത് വിപ്ലവം തീർത്തത്. ഒന്നൊരു വെളുത്തടിമയും മറ്റൊന്ന് ഒരു കറുത്തടിമയും. കറുത്ത അടിമ സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, വെളുത്ത അടിമ സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യയിലെ രാജകുടുംബാംഗമായിരുന്നു. ഏകദൈവ വിശ്വാസത്തിൽ ആകൃഷ്ടനായി. പേർഷ്യക്കാർ അഗ്നി ആരാധകരാണ്. നമ്മൾ മദ്രസയെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡം കെട്ടുപോയി. ഞാൻ കുറേ കാലം ആലോചിച്ചിട്ടുണ്ട് ഈ കുണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്. അന്ന് ആരോടും ചോദിക്കാനും പറ്റൂല, അടി കിട്ടുമോ എന്നുള്ള പേടിയാണ്, ആരോട്ട് പറഞ്ഞു തരൂല്ല. പിന്നെ കുറേ വലുതായിട്ടാണ് മനസ്സിലായത് അഗ്നികുണ്ഡം എന്ന് പറഞ്ഞാൽ കുണ്ട് എന്നാണ്, കുഴി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അങ്ങനെ മനസ്സിലാവാത്ത കുറേ സാധനങ്ങൾ. ചിരിച്ചിട്ട് കാര്യമില്ല, എല്ലാവർക്കും ഉണ്ടാവും. അത് ശരി, ഞാൻ മാത്രം മനസ്സിലാവാത്ത ആളും നിങ്ങളൊക്കെ മനസ്സിലാകുന്ന ആൾക്കാർ അങ്ങനെ വിചാരിക്കേണ്ട, എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ കുറേ സാധനങ്ങൾ മനസ്സിലാവാത്ത, അതിൽപ്പെട്ടതായിരുന്നു. അപ്പോൾ പേർഷ്യക്കാർ അഗ്നി ആരാധകരാണ്. അവരിൽ നിന്ന് അക്കാലത്തെ ഏകദൈവ വിശ്വാസികളിൽ ആകൃഷ്ടനായി ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ടതിനാൽ ജയിലിലടക്കപ്പെടുകയും ജയിൽ വാർഡൻ്റെ സഹകരണത്തോടുകൂടി ജയിൽ ചാടി രക്ഷപ്പെടുന്ന വഴിയിൽ വെച്ച് കച്ചവടക്കാർ കൊണ്ടുപോയി മാർക്കറ്റിൽ അടിമയായി വിൽക്കുകയും അങ്ങനെ അടിമയായി മാറി ഒരു യൂതൻ്റെ ഈത്തപ്പനത്തോട്ടത്തിൻ്റെ പാറാവുകാരനായി മദീനയിൽ എത്തിച്ചേരുകയും ചെയ്ത ആളാണ് സയ്യിദുനാ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു, പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധനം ആരംഭിച്ചു. അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു മഹാനവർകൾ നേരത്തെ മനസ്സിലാക്കിയ ചില അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അടയാളമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവസാനത്തെ പ്രവാചകനാണെന്ന് മനസ്സിലായി. ഇസ്ലാം സ്വീകരിച്ചു. ഇത് യജമാനന് തീരെ പറ്റിയില്ല. അപ്പോൾ യജമാനൻ കൂടുതൽ പ്രയാസമുള്ള ജോലികളൊക്കെ കൊടുത്തു. അങ്ങനെ വല്ലാതെ അടങ്ങാറായപ്പോൾ ഒരു ദിവസം സൽമാനുൽ ഫാരിസി മുത്തുനബിയുടെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ സ്വഹാബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നബിനോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കൊന്ന് അടിമത്ത മോചനം കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിൽ നിന്ന് പ്രധാനികളും കൂടി സൽമാന്റെ യജമാനനെ കാണാനിറങ്ങി. ഹലോ കുട്ടികളെ, ലിഫ്റ്റിൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികളെ, ലിഫ്റ്റിൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികളെ എല്ലാവരും കൂടി തിരിഞ്ഞു നോക്കല്ലേ, ഒരു പഠിക്കൂലേ? നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ അത് ഞാൻ തന്നെ ശരിയായിക്കോളാം. അതല്ലേ, നിങ്ങളെ കൂടിയും തിരിഞ്ഞു നോക്കി ഒരു പേടിച്ചാലേ നമുക്ക് ഇവിടെ പ്രഖ്യാപിച്ചു ഒരു കുടുംബസംഗമം എല്ലാ 2 മാസം കൂടുമ്പോൾ നടത്തണമെന്ന്. ഞാൻ വരൂല എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. സംഗമം എന്തായാലും നടക്കണം, അതിൽ തർക്കമൊന്നുമില്ല. വരൂല എന്ന് വാശിയൊന്നുമില്ല, അതൊരു തീരുമാനമൊന്നുമല്ല എന്ന് മാത്രം. വെറുതെ പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇങ്ങോട്ട് നോക്കിയവർ എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ സൽമാൻ റളിയല്ലാഹു അൻഹു നബിനോട് വന്നിട്ട് പറഞ്ഞു, നബി, എനിക്കൊന്ന് അടിമത്വ മോചനം കിട്ടണം, അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. അങ്ങനെ നബിയും എണ്ണപ്പെട്ട സ്വഹാബത്തും സൽമാനെ കച്ചവടക്കാൻ വേണ്ടി പോയി. യജമാനൻ്റെ അടുത്ത് വന്നിട്ട് സൽമാനെ വിൽക്കണമെന്ന് ചോദിച്ചു. ഒന്ന് സ്വതന്ത്രനാക്കി വിടാൻ പറ്റുമോ എന്ന് ചോദിച്ചോ. പറഞ്ഞു,
വിൽക്കണതിനൊന്നും കുഴപ്പമില്ല, വലിയ വില തരണം എന്ന് പറഞ്ഞു. എന്താ തരേണ്ടതെന്ന് ചോദിച്ചു. അതിലൊരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ സ്ഥലത്ത് 300 ഈത്തപ്പന മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. എന്നിട്ട് ആ 300 എണ്ണത്തുമെന്ന് ഈത്തപ്പഴം പറിച്ചു തന്നാൽ അന്ന് സൽമാൻ സ്വതന്ത്രനായിരിക്കും എന്ന് പറഞ്ഞു. പെട്ടെന്നൊന്നും നടക്കണമല്ല. സാധാരണഗതിയിൽ ഈത്തപ്പന മരം കായ്ക്കാൻ 9 വർഷം വേണമെന്നാണ് കണക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാനോട് പറഞ്ഞു, സൽമാനെ 300 കുയ്യുത്തിക്കൂട് പറഞ്ഞു. 300 കുയ്യുത്ത് പറഞ്ഞു. അങ്ങനെ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ 300 കുയ്യുത്ത് ഏൽപ്പിച്ചു. നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ വഅദ് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തെ, എല്ലാവരും സൽമാനെ മോചിപ്പിക്കുന്ന ഈത്തപ്പനത്തോട്ടത്തിലേക്ക് ഈത്തപ്പന മരങ്ങൾ സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞു. എല്ലാവരും ഓരോ മരം, ഈ 2 മരമൊക്കെ സംഭാവന ചെയ്തു. ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ കമ്മിറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓരോരുത്തർ പൈസ കുറവാണ് എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊടുക്കേണ്ടത് ഈ ഇരിക്കണങ്ങൾ എല്ലാവരുമാണ്. എനിക്ക് പിരിക്കാനൊന്നും അറിയില്ല, നിങ്ങൾ പോകുമ്പോൾ ഓലെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ട് വേണം പോകാൻ എന്ന് സാന്ദർഭികമായി അതിൻ്റെ ഇടയിൽ അത് പറയാൻ പറ്റിയൊരു സമയമാണ്. അപ്പോഴല്ലേ പറയാം. അതുകൊണ്ട് സൽമാൻ 300 കുയ്യുത്തൂട് പറഞ്ഞു. മദീനത്തെ പള്ളിയിൽ നബി തങ്ങൾ വഅദ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ വഅദ്? സൽമാനെ മോചിപ്പിക്കുന്ന ഈത്തപ്പനത്തോട്ടത്തിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യും. എല്ലാവരും ഓരോ മരം, ഈ 2 മരം, 3 മരം, 30 മരമൊക്കെ സംഭാവന ചെയ്ത് 300ആയി. 300 കുഴി റെഡിയായി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. ബിസ്മി ചൊല്ലിയിട്ട് ഓരോ മരങ്ങളും നബി തങ്ങളുടെ കൈകൊണ്ട് നട്ടു. 1 വർഷം തികയുന്നതിൻ്റെ മുമ്പ് മരങ്ങൾ കായ്ച്ചു. 299 മരത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു. 1 മരം കായ്ച്ചില്ല. 1 മരം കായ്ച്ചില്ല. അപ്പോൾ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, പൊന്നാര നബിയെ, നിങ്ങളിങ്ങനെ മൊത്തം മരങ്ങൾ ഇങ്ങനെ കുഴിച്ചിടലായിരുന്നു, അതിൻ്റെ ഇടയിൽ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്ത് ചെന്നാൽ ഇന്നും ആ തോട്ടം കാണൂട്ടോ. ഈത്തപ്പന മരം അതായിരിക്കില്ല. ഈത്തപ്പന മരത്തിന് 150 വർഷമേ ആയുസുള്ളൂ. അതുകൊണ്ട് മരം മാറിയിട്ടുണ്ടാവും, തോട്ട തന്നെ. ഇനെന്ത് ചെയ്തു? ആ മരം പറിച്ചു. ആ 300ാമത്തെ മരം പറിച്ചു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട തൃക്കരം കൊണ്ട് അത് വീണ്ടും കുഴിച്ചിട്ടു. അതിൽ നിന്ന് പിന്നീട് ഈത്തപ്പഴം പറിച്ചു കൊടുത്തിട്ടാണ് സൽമാനുൽ ഫാരിസി അടിമത്തമോചനം നേടിയിട്ട് സ്വതന്ത്രനായി മാറുന്നത്. 200 വയസ്സ് വരെ മഹാനായ സയ്യിദുന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നു എന്നാണ് മഹാനവറുകളുടെ താരീഖ്. പുണ്യനബിയിലേക്ക് എന്തെല്ലാം ബന്ധപ്പെടുത്തിയോ അതൊക്കെ വിജയിക്കും. നമ്മളെ ബിസിനസ് നബിതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തി നോക്കി, വിജയിക്കും. നമ്മളെ മക്കളെ നബിതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തി നോക്കി, മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് നേരാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കുട്ടിനെ പഠിപ്പിക്കുന്നത് എന്ന് കരുതി നോക്കി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചു നോക്കി. നബിതങ്ങളിലേക്ക് ബന്ധപ്പെടുന്ന എല്ലാം വിജയിക്കും. 10 വർഷം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടിയ സ്വഹാബിയാണ് മഹാനായ സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു 150 കൊല്ലം ജീവിച്ചു എന്നൊരു താരീഖ് പറയുന്നുണ്ട്. ചിലർക്ക് 130 കൊല്ലം എന്ന അഭിപ്രായമുണ്ട്, ചിലർക്ക് 120 കൊല്ലം എന്ന അഭിപ്രായമുണ്ട്, 105 വർഷം എന്ന് പറഞ്ഞവരുണ്ട്. എന്തായാലും സൽമാൻ റളിയല്ലാഹു അൻഹു 100ൻ്റെ മേലെയാണ്. എന്തോ പ്രശ്നമുണ്ടോ? ഒന്നുമില്ലല്ലോ. 100ൻ്റെ മേലെയാണ് സൽമാൻ റളിയല്ലാഹു അൻഹു ജീവിച്ചത്. 10 കൊല്ലം നബിൻ്റെ ഒപ്പം കഴിഞ്ഞുകൂടി. അനസ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹുവിൻ്റെ 130ാമത്തെ വയസ്സിലും മുഖത്ത് ഒരു ചുളി വീണിട്ടുണ്ടായിരുന്നില്ല. എന്താ കാരണം? 10 വയസ്സ് തികയുന്നതിൻ്റെ ഒരിക്കൽ മുത്തുനബി കവിളത്ത് ഇങ്ങനെ തൊട്ടതായിരുന്നു കാരണം. 150ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹുവിൻ്റെ തലയിൽ ഒരു മുടി നരച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തലയിൽ കൈവച്ചതായിരുന്നു കാരണം. അനസ് റളിയല്ലാഹുവിൻ്റെ 100ാമത്തെ വയസ്സിൽ കവിളത്ത് ഇങ്ങനെ തൊട്ടിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ചാൽ
റോസാപ്പൂവിൻ്റെ മണമുണ്ടായിരുന്നു എന്നാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൻ്റെ എളാപ്പ നബിതങ്ങൾക്ക് കുട്ടിയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ കവിളിൽ ഉമ്മ വെച്ചതായിരുന്നു കാരണം. താരീഖിൻ്റെ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് മക്കളെ സമർപ്പിച്ചാൽ ഓല് സ്വാലിഹാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ് മുഅ്മിനായ മനുഷ്യൻ്റെ വിജയം. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അടിസ്ഥാനമാണ്. പുണ്യനബിയോടുള്ള താല്പര്യം എന്ന് പറയുന്നത് അസ്ലാണ്, ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. അമലുസ്വാലിഹാത്ത് എന്നത് ഫർആണ്. അമലുസ്വാലിഹാത്ത് എന്നത് ഫർആണ്. അതേസമയത്ത് ഇഷ്ഖ് എന്നത് അസ്ലാണ്, അത് ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിന് നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ സമയം കിട്ടുക? തന്നെ സംഗതി. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും നബിദിന പരിപാടി ക്യാൻസൽ ചെയ്യാണ്, വയനാടിൻ്റെ പേരും പറഞ്ഞിട്ട്. ശരിക്കും വേണ്ടത് ഒന്നുകൂടി ഉഷാറാക്കല്ലേ, എന്നിട്ട് നല്ലോണം വയനാട്ടുകാർക്ക് വേണ്ടി ദോരക്കാനുള്ള വേണ്ടേ, അങ്ങനെയുള്ള വേണ്ടത്. വയനാട്ടിൽ സിനിമകൾ ഓപ്പൺ ചെയ്ത് ടർഫുകളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നബിദിന പരിപാടി ഇപ്പോഴും ക്യാൻസൽ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മളെ പരിപാടികൾ പറഞ്ഞത്. പൂർവാധികം ഉഷാറായിട്ട് നടത്തിയിട്ട് വയനാട്ടുകാർക്ക് ദോരക്കാണ് നമ്മൾ വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെയാണ് അഭിപ്രായം ഉണ്ടാവേണ്ടത് എന്ന അഭിപ്രായം എനിക്കുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൻ്റെ അസ്ലാണ്, അടിസ്ഥാനമാണ്. ഇത് ഞാനൊരു കാര്യം കൂടി ഇങ്ങോട്ട് പറയട്ടോ. ഈമാൻ പോക നബിതങ്ങൾ കൽബിൽ നിസാരമായാൽ മാത്രമാണ്, അല്ലെങ്കിൽ പോവില്ല. അത് ഒരാൾക്ക് എപ്പോൾ നിസാരമായോ അയാളുടെ ഈമാൻ പോയിക്കൊണ്ടിരിക്കും. മുബത്തദീകളെ പരിശോധിച്ചോളി, നബിതങ്ങൾ നിസ്സാരായിരിക്കും. യുക്തിവാദികളെ പരിശോധിച്ചോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സാരായിരിക്കും. സർവമത സത്യവാദികളെ പരിശോധിച്ചോളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സാരായിരിക്കും. അതുകൊണ്ട് ഈമാൻ പോണത് അവിടെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മുടെ കുടുംബ ജീവിതവും നബിതങ്ങൾക്ക് അർപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ നേരാവണമെങ്കിൽ മുഹമ്മദ് നബിയെ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കുക? പഠിപ്പിക്കാനൊരു വഴിയുണ്ട്. എന്താ വെച്ചാൽ വീട് പണിയൊക്കെ തീർന്ന് താമസം തുടങ്ങാൻ വേണ്ടി ഹൗസ് വാമിങ്ങിന് വേണ്ടിയുള്ള ഒരുക്കാണ്. ആ ഒരുക്ക സമയത്ത് മൊത്തത്തിലൊന്നിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ മൂത്ത മോൻ വന്നിട്ട് ചോദിച്ചു, വാപ്പാ എന്തിനാപ്പം ഇന്ന് ക്ലീൻ ചെയ്യണത്? നാളത്തെ ഹൗസ് വാമിങ് കഴിഞ്ഞ് എല്ലാവരും വന്നു പോയിട്ട് ഒന്നിച്ച് ക്ലിയർ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ വാപ്പ പറഞ്ഞു, വൃത്തി ഈമാൻ്റെ ഭാഗമാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞതിനാലാണ് ക്ലീൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഈമാൻ പഠിയും, കുട്ടികൾക്ക് മുഹമ്മദ് നബിയെ പഠിയും. കൊല്ലം കഴിഞ്ഞപ്പോൾ റമദാൻ മാസത്തിൻ്റെ മുന്നോടിയായിട്ട് വീട് പെയിൻ്റ് അടിക്കുകയാണ്. അപ്പോൾ ചെറിയ കുട്ടി വന്നിട്ട് ചോദിച്ചു, വാപ്പാ എന്തിനപ്പം പെയിൻ്റ് അടിക്കണതെന്ന് ചോദിച്ചോ പറഞ്ഞു, വൃത്തി ഈമാൻ്റെ ഭാഗമാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുറ്റത്ത് ചുവന്ന റോസാപ്പൂവിൻ്റെ 3 തൈ 150 റുപ്യക്ക് വാങ്ങിക്കൊടുന്നിട്ട് ഇങ്ങനെ കുഴിച്ചിടുമ്പോൾ നടുത്ത മോൻ വന്നിട്ട് ചോദിച്ചു, എന്തിനാണ് ഈ മരം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അള്ളാൻ്റെ റസൂലിൻ്റെ ശരീരത്തിന് റോസാപ്പൂവിൻ്റെ മണമാണെന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതുകൊണ്ടാണ് ഈ മരം എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഈമാൻ പഠിപ്പിക്കലാവും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയാൽ അവർക്ക് ഈമാൻ പഠിക്കും. ആ ഡൈനിങ് ഹാളിൻ്റെ കബോർഡിലിരിക്കണേ അടുക്കളയത്തെ സാധനമൊക്കെ എടുത്ത് വലിച്ചെറിയാം. ഡൈനിങ് ഹാൾക്കാണ് കയറിയാൽ കബോർഡിൽ അടുക്കളയിൽ വെക്കേണ്ട കുറേ ചട്ടിയും പാത്രമൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ കയറ്റി വെക്കുക. നമ്മുടെ വീട്ടിലൊരാൾ വന്നാൽ അയാൾ 5 മിനിറ്റ് ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ അയാൾ എടുത്തു നോക്കാൻ സിറ്റ് ഔട്ടിലെ ലിവിങ് റൂമിൻ്റെ മേശപ്പുറത്ത് തന്നെ മുഹമ്മദ് നബിനെ കുറിച്ചുള്ളൊരു ബുക്ക് വെക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും വാപ്പിയും മക്കളും കൂടി നാട്ടിക്ക് വണ്ടിയിൽ പോകുമ്പോൾ പാട്ട് കേൾക്കുമല്ലോ, ആ പാട്ട് മുഹമ്മദ് നബിയുടെ മദ്ഹായിരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കുട്ടികളെ കൽബിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിനെ നമ്മക്കാണ്ട് കയറ്റി കൊടുക്കാൻ കഴിഞ്ഞാൽ ഓലെക്കുറിച്ചാണ് ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു എന്ന് പറഞ്ഞിട്ടുള്ളത്.